ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലാണ്. അപ്പോൾ അതായി കാണുന്നത് എൻ്റെ പുറകെ കാണുന്നത് ഈ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ഈ ട്രാൻസ്ഫോമറിൻ്റെ ചൂട്ടിലാണ് നമ്മൾ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ മരങ്ങളുടെ മൂട്ടിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ചൂട്ടിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്ത് അവിടെ ഓട്ടോ സ്റ്റാൻഡുകൾ സ്ഥിതി ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളുണ്ടായേക്കാം. അത് മാത്രമല്ല, നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് വലിയ മരങ്ങളുടെ ചൂട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ചൂട്ടിലേക്കായിരിക്കും നമ്മൾ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. അറിഞ്ഞോ അറിയാതെയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രാത്രി ഈ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കാനോട് ഇടയായി കേട്ടോ. വലിയൊരു അപകടം ഒഴിവായത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 2 വണ്ടികളുണ്ടായിരുന്നുള്ളൂ. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു ഓട്ടം പോയി. അപ്പോൾ മറ്റേ ആൾ മാക്സിമം സീനിയോറിറ്റി ഫ്രണ്ടിലോട്ട് തള്ളി വെച്ചത് കാരണം വലിയൊരു അപകടം ഒഴിവായത്. കാര്യം ഇത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കുറേ ഓയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് പൊട്ടി സ്പ്ലിറ്റായി, കുറേ ദൂരത്തേക്ക് സ്പ്ലിറ്റായി പോയി. കൂടെ തീയും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഓട്ടോയുടെ ഭാഗത്തോട്ട് തീ വരാണ്ട് തൊട്ടപ്പുറത്ത് മാറിയുന്ന ഒരു വലിയ ഫ്ലെക്സിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ തീ ആളിക്കത്തുകയും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞു അറിയാതെയും ചെയ്യുന്ന ഒരു തെറ്റാണ്, നമ്മൾ അശ്രദ്ധയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ ദൂക്കിക്കേണ്ട. അപ്പോൾ ഒന്ന് കെയർ ചെയ്യുക. ഓക്കെ.